ഇന്ന് ഇന്ത്യൻ നാവികസേനാ ദിനം തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമുക്കൊരു അതിഥി കൂടിയുണ്ട്, ഒരു പ്രത്യേക അതിഥി കൂടിയുണ്ട്. നമുക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി ഈ കടലിൽ വർഷങ്ങളോളം സേവനം ചെയ്ത് വിരമിച്ച നാവിക ഉദ്യോഗസ്ഥനും വാർ വെറ്ററനുമായ ശ്രീ പ്രഭാകരൻ പാലേരിയാണ് ഇന്ന് നമുക്കൊപ്പം ഉള്ളത്. ഫോർമർ ഡയറക്ടർ ജനറൽ കോസ്റ്റ് ഗാർഡ് ഡോക്ടർ പ്രഭാകരൻ പാലേരിയെ വളരെ സ്നേഹത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യണം. സർ നമസ്കാരം, സ്വാഗതം. ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. അവിടെ വിന്റർ ആണ് തോന്നുന്നു അല്ലേ? ഗുജറാത്തിലാണെന്ന് മനസ്സിലായി. ഇപ്പോൾ വിന്റർ ആണെന്ന് തോന്നുന്നു. അങ്ങയുടെ കോസ്റ്റ്യൂം ഒക്കെ കാണുമ്പോഴത്തേക്ക് നല്ല തണുപ്പാണോ? അതെ അതെ. ഓക്കെ. ഇന്ന് നാവികസേനാ ദിനമാണ്. ഇപ്പോൾ നമ്മളൊക്കെ സംബന്ധിച്ച് നമുക്ക് അത്രയും അഭിമാനമുള്ളൊരു ദിവസമാണ്. കാരണം ഈ ഓരോ രാജ്യരക്ഷയ്ക്ക് വേണ്ടി ഓരോ നാവികനും അവരുടെ അചഞ്ചലമായ പ്രതിബദ്ധതയും ധീരതയും ഒക്കെയും അനുസ്മരിക്കുന്ന ഒരു ദിവസമാണ്. അങ്ങേക്ക് പ്രത്യേകിച്ചും ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഓർമ്മകൾ ഈ സമയത്ത് ഉണ്ടാകുമെന്നും എനിക്കറിയാം. ഇന്നത്തെ ഈ നാവികസേന ഇപ്പോൾ നമുക്കറിയുന്ന പോലെ ഇപ്പോൾ പ്രതിരോധ രംഗത്ത് പലവിധമായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ നാവികസേനാ ദിനത്തിൽ അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? അതിൽ നിന്ന് തുടങ്ങാം നമുക്ക്. 1971 എന്ന് വെച്ചാൽ 54 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ യുദ്ധത്തിൽ കറാച്ചിയിൽ ഞാനും ഉണ്ടായിരുന്നു. എൻ്റെ ആദ്യത്തെ ജോലിയായിരുന്നു അത്. അതായത് ട്രെയിനിങ് കഴിഞ്ഞ ഉടനെ, 2 വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞ ഉടനെ എന്നെ വെസ്റ്റേൺ നേവൽ കമാൻഡിൻ്റെ കമാൻഡ് ഷിപ്പ് INS മൈസൂർ, ഇതിനെയൊക്കെ നയിച്ച ഷിപ്പിലേക്ക് അയച്ചു. അതിലെ ഞാൻ കമാൻഡിങ് ഓഫീസറുടെയും അഡ്മിറൽ ഫ്ലീറ്റ് കമാൻഡറുടെയും കൂടെ ഈ യുദ്ധത്തിൽ പങ്കെടുത്തു. പക്ഷെ ഇത് പറയുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇത് ഇന്ത്യൻ നാവികസേനയുടെ ആദ്യത്തെ യുദ്ധമായിരുന്നില്ല, 2ാമത്തെ യുദ്ധമായിരുന്നു. 10 വർഷം, അതായത് 64 വർഷങ്ങൾക്ക് മുമ്പ് ഗോവ നമ്മൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അതിനെ സ്വതന്ത്രമാക്കിയപ്പോൾ ഇന്ത്യൻ നാവികസേനയുടെ 4 കപ്പലുകൾ ഉണ്ടായിരുന്നു. ആ 4 കപ്പലുകളും ഈ 1971 ആ യുദ്ധത്തിൽ പങ്കെടുത്തു. അതിൻ്റെ കൂടെ ഒരുപാട് കപ്പലുകൾ വേറെ ഉണ്ടായിരുന്നു. എൻ്റെ കപ്പലിൻ്റെ ക്യാപ്റ്റനായിരുന്നു ക്യാപ്റ്റൻ RKS ഗാന്ധി. അദ്ദേഹമായിരുന്നു ഗോവയിലെ ആക്രമണത്തിലും ഒരു കപ്പലിൻ്റെ കമാൻഡിങ് ഓഫീസർ. INS ബെത്വ എന്ന് പറയുന്ന ഒരു കപ്പലിൻ്റെ കമാൻഡിങ് ഓഫീസർ. അപ്പോൾ എൻ്റെ ക്യാപ്റ്റൻ, എന്നെ നയിക്കുന്ന വ്യക്തി യുദ്ധം കണ്ട വ്യക്തിയാണ്. അദ്ദേഹത്തെ നയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനാണ് അഡ്മിറൽ ഇലഞ്ഞിക്കൽ ചാണ്ടി കുരുവിള, മലയാളിയായ അഡ്മിറൽ. അദ്ദേഹവും കപ്പലിലുണ്ട്. ആ കപ്പലാണ് കമാൻഡ് പ്ലാറ്റ്ഫോം. അതാണ് എല്ലാ ആക്രമണങ്ങളും നിയന്ത്രിക്കുന്നത്. നമ്മളിപ്പോൾ കറാച്ചി എന്ന് പറയുന്ന ആ ആക്രമണത്തിൻ്റെ കൂടെ വേറെ 2 സ്ഥലങ്ങൾ കൂടെ ആക്രമണത്തിന് വിധേയമായിരുന്നു. ഈ ഓപ്പറേഷന് പറഞ്ഞ പേരാണ് ഓപ്പറേഷൻ ട്രൈഡന്റ്, എന്ന് വെച്ചാൽ തൃശൂൽ. ആദ്യമായിട്ടാണ് ഞാൻ യുദ്ധം കാണുന്നത്. ആ യുദ്ധത്തിൽ 194 പേർ എൻ്റെ മുന്നിൽ വെച്ച് തന്നെ മരിക്കുകയുണ്ടായി. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കപ്പൽ മുങ്ങിയപ്പോൾ പാകിസ്ഥാൻ്റെ മുങ്ങിക്കപ്പൽ അതിനെ ടോർപിഡോ ചെയ്തു. 3 ടോർപിഡോകളാണ് അതിന് മുട്ടിയത്. 194 പേര് അതിൽ മരിക്കുകയുണ്ടായി. 176 സെയിലേഴ്സും 18 ഓഫീസേഴ്സും. അതിൽ മരിച്ചുപോയൊരു വ്യക്തി കൊയിലാണ്ടിക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛനും ആ യുദ്ധത്തിലുണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ കൂടെയായിരുന്നു. നല്ലൊരു മനുഷ്യൻ, ലഫ്റ്റനന്റ് മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ മകൻ കുക്രിയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുക്രി മുങ്ങിയപ്പോൾ, 2 ദിവസത്തിന് ശേഷം കുക്രി മുങ്ങിയപ്പോൾ ഞങ്ങളത് ഷിപ്പിൽ, എൻ്റെ കപ്പലിലെ ആരെയും അറിയിച്ചില്ല. ഞങ്ങൾ 5-6 പേര് മാത്രം, ഫ്ലീറ്റ് കമാൻഡിലുള്ള 5-6 പേര് മാത്രമേ അതിനെ മനസ്സിലാക്കിയുള്ളൂ. പക്ഷേ എപ്പോഴും ലഫ്റ്റനന്റ് കുട്ടിയെ കാണുമ്പോൾ, യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിന് വലിയ വിഷമം തോന്നും. പറയാനും പറ്റില്ല അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചു എന്നുള്ള കാര്യം. മൊയ്തീൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അതെല്ലാം പോകട്ടെ. പക്ഷേ 1971 ഈ യുദ്ധം
ഒരു വലിയ മാറ്റമാണ് ഉണ്ടാക്കിയത്. ലോകത്തിൽ മുഴുവൻ ഒരു പുതിയ രാഷ്ട്രത്തെ സൃഷ്ടിക്കുകയുണ്ടായി. സർ, അന്ന് ഈ യുദ്ധം അനൗൺസ് ചെയ്യുന്നു, യുദ്ധത്തിലേക്ക് നമ്മുടെ രാജ്യം കടക്കുകയാണ്. അപ്പോൾ അതിൽ അങ്ങേയും നിയോഗിക്കപ്പെടുകയാണ്. അപ്പം ആ ഒരു അറിയിപ്പ് വരുമല്ലോ, അപ്പം നമ്മളുടെ യുദ്ധത്തിലേക്ക് പോകാൻ പോവുകയാണ്, നിങ്ങളെല്ലാം അവിടേക്ക് പോകണം, നമ്മളുടെ ഒരു വലിയൊരു ഓപ്പറേഷൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ആ ഒരു അനൗൺസ്മെൻറ്റ് വന്ന ആ ടൈമിൽ എന്തായിരുന്നു അങ്ങയുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം? കാരണം യുദ്ധം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ ഒരു ഭയമുള്ളൊരു കാര്യം കൂടിയാണല്ലോ. അല്ല, യുദ്ധം എന്ന് പറയുന്നത് ഭയമുള്ള കാര്യമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. രണ്ടാമതായി, ഈ യുദ്ധം എന്ന് പറയുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് 14 ദിവസം നടന്ന യുദ്ധം എന്നാണ്. അല്ല, ഈ യുദ്ധത്തിൽ ഞാൻ ഉണ്ടായിരുന്നത് ഒരു വർഷത്തോളമാണ്. ഈ യുദ്ധം ഡിക്ലെയർ ചെയ്യുന്നതും അവസാനിപ്പിക്കുന്നതും അതിൻ്റെ ഇടവേള മാത്രമാണ്. ഒരു യുദ്ധം പറയുമ്പോൾ അതിന് എപ്പോഴും നമ്മൾ അതിന് തയ്യാറെടുത്തിരിക്കുകയാണ്. ഒരു വർഷം, ഏകദേശം 5-8 മാസം മുമ്പ് തന്നെ ഞാൻ ആ കപ്പലിലേക്ക് എന്നെ മാറ്റിയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നടത്തുന്നത് മുഴുവനും യുദ്ധം തന്നെയാണ്. ഒരുപാട് പേർ യുദ്ധത്തിന് മുമ്പും മരിച്ചിട്ടുണ്ട്, ചിറ്റഗോങ്ങിലും ബംഗ്ലാദേശിലും. അപ്പോൾ ഒരിക്കലും നമുക്ക് യുദ്ധം ഒരു കടയിൽ പോയി സാധനം വാങ്ങുന്ന മാതിരി പോകാൻ പറ്റില്ല. തയ്യാറെടുക്കണം, ഒരുപാട് കാലം തയ്യാറെടുക്കണം, അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ആ തയ്യാറെടുപ്പിന്റെ ഫലമാണ് നമ്മൾ ആ യാഥാർത്ഥ്യം നടക്കുമ്പോൾ കാണുക. നിങ്ങളിപ്പോൾ സിനിമയെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ TV നിങ്ങളുടെ ചാനലിൽ. ഷൂട്ട് ചെയ്തിട്ടല്ലേ നമുക്ക് തിയേറ്ററിൽ കാണിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായും അതുപോലെ അല്ല, പക്ഷെ ഏകദേശം അത് തന്നെയായിരുന്നു എന്ന് ഞാൻ പറയും. ആ യുദ്ധത്തിന്റെ സമയമാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തതിന് ശേഷം. അതാണ് പഠാൻകോട്ടിലേക്ക് പാകിസ്ഥാൻ ആക്രമണം നടത്തിയപ്പോൾ നമ്മൾ ആ യുദ്ധം തുടങ്ങി. അതിനു മുന്നിൽ ഒരു വിമാനത്തിനെ റാഞ്ചിയിട്ടുണ്ട്, പല സംഗതികളുമുണ്ട്, ഒരുപാട് സംഗതികൾ. അപ്പോൾ ഞാൻ കടലിൽ തന്നെയായിരുന്നു. ചുരുക്കത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ അമ്മക്ക് എന്നെ കാണാൻ സാധിച്ചത് 22 മാസത്തിന് ശേഷമാണ്. അപ്പോൾ എന്താണ് പറയാന്ന് വെച്ചാൽ, വലിയ വിഷമം കുടുംബക്കാർക്കുണ്ടാവും, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉണ്ടായിട്ടില്ല. അതാണ് ഈ നമ്മുടെ സേനകളിലൊക്കെ ചേർന്ന എല്ലാവരെയും സംബന്ധിച്ച് ഏത് വീട്ടിൽ പോയാലും അങ്ങനെ തന്നെയാണ്. കാരണം അച്ഛനും അമ്മയ്ക്കൊക്കെ ഈ മക്കളെ കാണാതെ ഒരു സങ്കടമായിരിക്കും, പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം രാജ്യസേവനവും അതൊക്കെ തന്നെയായിരിക്കും പ്രഥമ പരിഗണന. സർ, ഇപ്പം ഈ നമുക്കറിയാവുന്ന പോലെ എപ്പോഴും ഈ നാവികസേനയെ പറയും അവരൊരു സൈലന്റ് ഫോഴ്സ് ആണെന്ന്. കാരണം അങ്ങനെ പറയാനുള്ള കാരണം ഇപ്പോൾ നമുക്ക് മറ്റ് ഫോഴ്സിൻ്റെയൊക്കെ സൈനിക അഭ്യാസ പ്രകടനങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് കാണാനും അതൊക്കെ അറിയാനും പറ്റും. പക്ഷേ നാവികസേനയുടെ സൈനിക അഭ്യാസ പ്രകടനങ്ങളാകട്ടെ അതൊക്കെ കൂടുതൽ ഉൾക്കടൽ കേന്ദ്രീകരിച്ചൊക്കെ നടക്കുക. അപ്പൊ അതുകൊണ്ട് ഒരു സൈലന്റ് ഫോഴ്സ് ആണ് നാവികസേന എന്ന് പറയാറുണ്ട്. ഇപ്പം അങ്ങേ നാവികസേനയിൽ ചേരാൻ പ്രചോദിപ്പിച്ചൊരു കാര്യം എന്തായിരുന്നു? അത് നല്ല ഒരു ചോദ്യമാണ്, വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം ഈ ചോദ്യം എന്നോട് ഞാൻ സർവീസ് സെലക്ഷൻ ബോർഡിൽ പോയപ്പോൾ അവിടുത്തെ ബ്രിഗേഡിയർ എന്നോട് ഈ ചോദ്യം ചോദിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച് ഈ എക്സിക്യൂട്ടീവ് ബ്രാഞ്ച്, യുദ്ധം ചെയ്യുന്ന ബ്രാഞ്ച്, അതും നേവിയിലേക്ക് വരാൻ കാരണമെന്ന്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, അത് താങ്കൾ ഉദ്ദേശിക്കുന്നത് കാരണമല്ല. എനിക്ക് കുട്ടിക്കാലം മുതലേ 4.5 വയസ്സിൽ എൻ്റെ വലിയച്ഛൻ എന്നെ കോഴിക്കോട് കടപ്പുറത്ത് കൊണ്ടുപോകും. അന്ന് മുതൽ തുടങ്ങിയ ഒരു ഭ്രാന്താണ് സമുദ്രത്തിനെ പറ്റി പഠിക്കണമെന്നുള്ളത്. ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നാവികസേന, മറീൻ കസ്റ്റം, കോസ്റ്റ് ഗാർഡ്, ഇപ്പോഴും ഞാനത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പെൺകുട്ടികളെ. ഇപ്പോൾ ഞാനുള്ളത് രാഷ്ട്രീയ രക്ഷാ യൂണിവേഴ്സിറ്റിയിലാണ്. ഹോം അഫയേഴ്സിന്റെ കീഴിലുള്ള യൂണിവേഴ്സിറ്റിയാണത്. ലോകത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയായി മാറാൻ സാധ്യതയുള്ള ഒരു യൂണിവേഴ്സിറ്റി. 5-8 വർഷം 2020 ഒരു പുതിയ ആക്ട് വന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ. ആ ആക്ട് അനുസരിച്ചിട്ട് ഇവിടെ ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. ഞാൻ അവിടെ ഒരു അതിഥി മാത്രമാണ്, പക്ഷേ ഒരുപാട് പഠിപ്പിക്കുവാണ്ട്. പലർക്കും യുദ്ധത്തിനെ പറ്റിയും രാഷ്ട്രം എങ്ങനെ ഭരിക്കണം അതിനെ പറ്റിയൊക്കെ പഠിപ്പിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സമുദ്രവുമായി ബന്ധപ്പെട്ട്. എനിക്ക് കരയെ പറ്റി അധികം അറിയില്ല, സമുദ്രത്തിന്. സാർ, ഇപ്പം സേവനകാലത്ത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അങ്ങയുടെ ഉള്ളിൽ, മറക്കാനാകട്ടെ. പ്രത്യേകിച്ച് വാർ വെറ്ററൻ കൂടിയാണ്, അപ്പം വാറിൽ പങ്കെടുത്തിട്ടുണ്ട്, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എങ്കിലും ഇത്രയും കാലഘട്ടത്തിൽ ഈ പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു മറക്കാനാവാത്ത അനുഭവം പങ്കുവെക്കാൻ പറഞ്ഞില്ലെങ്കിൽ എന്തായിരിക്കും പറയുക?
മറക്കാനാവാത്ത അനുഭവം എന്ന് ഞാൻ പറഞ്ഞാൽ, ഈ യുദ്ധത്തിൽ എനിക്ക് മരിക്കാൻ പറ്റിയിട്ടില്ല. അതൊരു മറക്കാനാവാത്ത ആഗ്രഹമാണ്, ഒരു സംഭവമാണ്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ, കറാച്ചി ആക്രമണത്തിന് ഞാൻ എൻ്റെ ഈ ഓപ്പറേഷൻ ഓർഡേഴ്സ് എൻ്റെ കപ്പലിൽ നിന്ന് ഹെലികോപ്റ്ററിലേക്ക് മാറ്റി. ആ ഹെലികോപ്റ്ററിൽ നിന്ന് ഈ കഡ്മത്ത് എന്നൊക്കെ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ആ കപ്പലുകളിലേക്ക് കൊടുത്തയക്കണം. അങ്ങനെ അയക്കുമ്പോൾ സൂര്യൻ അസ്തമിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് നോക്കുന്ന വേറൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു, നമ്മൾ നാളെ സൂര്യനെ കാണുമോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ വന്ന ഒരു സംഗതി. ഞാൻ ഉടനെ ക്യാമറ എടുത്തിട്ട് ആ ഷൂട്ട് ചെയ്തു അത്. എന്നിട്ട് ആ ക്യാമറ ഞാൻ ഒരു ബിസ്ക്കറ്റ് ടിന്നിൽ വെച്ചു. അതിൽ എഴുതി വെച്ചു സംവേർ ഇൻ അറേബ്യൻ സീ എന്നും പറഞ്ഞിട്ട് എൻ്റെ പേരും വെച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു രാത്രി എൻ്റെ കപ്പൽ മുങ്ങുകയാണെങ്കിൽ, അതായത് ഈ ആക്രമണം നടത്തുന്നത് ചന്ദ്രൻ ഉദിക്കുന്നതിന് മുമ്പായിരുന്നു. രാത്രി ഞങ്ങൾ മുങ്ങിപ്പോവുകയാണെങ്കിൽ ഈ എങ്ങനെയെങ്കിലും ഈ ബിസ്ക്കറ്റ് ടിൻ ഫ്ലോട്ട് ചെയ്യും. എൻ്റെ ക്യാമറ അടക്കം ആർക്കെങ്കിലും 1-2 വർഷത്തേക്കും കിട്ടും. രാവിലെ എഴുന്നേൽക്കല്ല, അന്ന് ഞങ്ങൾ ഉറങ്ങാറില്ല. രാവിലെ ബാക്കിയുള്ള കപ്പലുകൾക്ക് എല്ലാവരും ഒന്നിച്ച് ചേരുന്ന സമയമുണ്ട്, രണ്ടവു എന്ന് പറയുക തന്നെ. അവസാനത്തെ കപ്പലിനെ ഞങ്ങൾ കാണാൻ സാധിച്ചപ്പോൾ എല്ലാവരും കൈയടിച്ചപ്പോൾ എനിക്കൊരു വിഷമം. ഇത്രയും ബുദ്ധിമുട്ടി ചാകാൻ നോക്കിയിട്ട് ചാകാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം. അത്രയേ ഉള്ളൂ പറയാൻ പറ്റുള്ളൂ. അത് ഞാൻ എന്തൊരു മൊമെന്റാണ് ഇപ്പൊ അങ്ങ് പറയുമ്പോൾ തന്നെ. നമുക്കൊക്കെ പക്ഷെ അത് ഓർക്കാൻ പോലും പറ്റുന്നില്ല. ഈ അടുത്ത സൂര്യോദയം കാണാൻ പറ്റുമോ? ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മളെപ്പോഴും ഈ സൈനിക ദിനങ്ങളിലൊക്കെയാണ് കൂടുതലും സൈനികരെ കുറിച്ചും അവരുടെ കാര്യങ്ങളൊക്കെ ആലോചിക്കുക. അത് കഷ്ടമാണ്. കാരണം നമുക്ക് വേണ്ടിയിട്ട് ഈ എല്ലാ സേനയും, ഇപ്പം ഒരെണ്ണമല്ല, എല്ലാ സേനകളിലും ഉള്ളവരൊക്കെയും നമുക്ക് വേണ്ടി തന്നെ പ്രവർത്തിക്കുന്നവരൊക്കെ. പക്ഷെ അവർ നമ്മളൊരു ദിനം വരുമ്പോഴാണ് കൂടുതലായിട്ട് ഓർക്കുക അവരുടെ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങൾ. ഇപ്പം അങ്ങ് പറഞ്ഞപ്പം എനിക്കതിനത് വല്ലാതെ നമ്മളെങ്കിൽ ടച്ച് ചെയ്യുകയാണ്. കാരണം നാളത്തെ സൂര്യോദയം കാണാൻ പറ്റുമോ? അത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് എന്തൊരു മൊമെന്റ് ആണ് എന്നുള്ളതാണ്. ചിലപ്പം ഈ ഒരുപാട് വെല്ലുവിളി നിറഞ്ഞ മിഷനുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു വലിയൊരു മിഷൻ പറഞ്ഞാൽ ഇത് ഏതായിരിക്കും? ഈ കറാച്ചി വാർ തന്നെ ആയിരിക്കുമോ? മിഷൻ ഒരുപാടുണ്ട്, അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ മാഡം ചോദിച്ച ഒരു ചോദ്യം ഉണ്ടല്ലോ, എന്താണ് മറക്കാനാകാത്തൊരു സംഭവം? അവിടെ ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പൊ കുടുംബത്തിനെ പറ്റി പറഞ്ഞു. ലഫ്റ്റനന്റ് മുഹമ്മദ് കുട്ടിയുടെ മകൻ മരിച്ചതിനെ പറ്റി പറഞ്ഞു. ഇവിടെ എനിക്ക് പറ്റിയ എൻ്റെ ഏറ്റവും വലിയ വിഷമം എന്താണെന്ന് വെച്ചാൽ, അമ്മയെ എങ്ങനെയാണ് ഞാൻ സമാധാനിപ്പിക്കുക? കാരണം അമ്മക്ക് മാതൃഭൂമിയും ഒക്കെ കിട്ടുകയാണെങ്കിൽ, ന്യൂസ് പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അമ്മക്ക് മനസ്സിലാകും മകൻ യുദ്ധത്തിന് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ എനിക്ക് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു, അതിനിടയിൽ കൂടെ കറാച്ചി ആ ഭാഗത്തേക്ക് പോകേണ്ട സമയം വരുമ്പോൾ ഞാൻ ബോംബെയിലായിരുന്നു. എനിക്കറിയാം 2 ദിവസം കൊണ്ട് ഞങ്ങൾ പോകും എന്നുള്ള കാര്യം. അത് പോയി കഴിഞ്ഞാൽ അത് യുദ്ധം ഡിക്ലെയർ ചെയ്ത യുദ്ധത്തിലേക്കായിരിക്കും, നമ്മൾ അനൗൺസ് ചെയ്ത യുദ്ധത്തിലേക്കായിരിക്കും, ഗവൺമെന്റ് അന്താരാഷ്ട്രീയമായിട്ട് ഡിക്ലെയർ ചെയ്ത യുദ്ധത്തിലേക്കായിരിക്കും ഞാൻ പോവുക. അത് പത്രങ്ങളിൽ വന്ന അമ്മക്ക് കാണും. അതുകൊണ്ട് ഞാനെന്ത് ചെയ്തു, ബോംബെയിലായിരുന്നു. ബോംബെ എന്നൊരു 23ഓളം ഇൻലൻഡ് ലെറ്റേഴ്സ് GPO എന്ന് എനിക്ക് കിട്ടി. ആ ഇൻലൻഡ് ലെറ്റേഴ്സിൽ ഞാൻ എൻ്റെ അമ്മക്ക് കത്തെഴുതി 4 വരി. ഞാൻ അമ്മ വിഷമിക്കണ്ട, ഞാൻ ഇവിടെയുണ്ട്, ബോംബെയിലാണുള്ളത്, ഞാൻ എപ്പോഴും കത്തയച്ചുകൊണ്ടിരിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 23 കത്തെഴുതി. കത്തിൻ്റെ മുകളിൽ ഡേറ്റ് ഇട്ടു. ആ ഡേറ്റിൽ ഞാൻ 12/71 എന്ന് മാത്രം എഴുതി എൻ്റെ ഒരു സുഹൃത്തിന് കൊടുത്തു. ആ കുട്ടി അത് കണ്ടതോടെ വല്ലാതെ വിഷമിച്ചു. കാരണം അവൾക്ക് മലയാളം അറിയില്ലായിരുന്നു. അവളോട് ഞാൻ പറഞ്ഞു, ഞാൻ യുദ്ധത്തിന് പോവാണ്, ഓരോ ദിവസവും ഇതിൽ ഒരു ഡേറ്റ് എഴുതി ഇത് പോസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അവൾ എഴുതി ഓരോ ദിവസവും ഞാൻ വരുന്നവരെ അമ്മക്ക് പോസ്റ്റ് ചെയ്തു. അപ്പൊ അമ്മക്ക് തോന്നി ഞാൻ ബോംബെയിൽ തന്നെ ഉണ്ട്, അമ്മക്ക് കത്ത് കിട്ടുന്നുണ്ട്. 22 മാസത്തിന് ശേഷം വീട്ടിലെത്തിയപ്പോൾ അമ്മ എന്നോട് ചോദിക്കുകയുണ്ടായി, നീ പോയിട്ടില്ലേ യുദ്ധത്തിന്? ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ പോയിട്ടില്ല. അല്ല, അതന്നെ ഞാൻ പറഞ്ഞു യുദ്ധത്തിന് പോയി എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു, എനിക്ക് മനസ്സിലായി. കാരണം ഈ ഡേറ്റ് എഴുതിയത് വേറെ മഷിയിലായിരുന്നു. അമ്മക്ക് ഏകദേശം മനസ്സിലായി. അപ്പോൾ വലിയ വിഷമമുള്ള ഒരു സംഗതി, മരിക്കുന്നതിനെ പറ്റി ഒരു വിഷമമില്ല, പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബക്കാരുടെ അവസ്ഥ, അത്
വിഷമം തന്നെയാണ്. കുടുംബത്തിന്റെ അത്രേ ഉള്ളൂ. മാത്രമല്ല സാർ, ഓരോ സൈനികനും നമ്മളെ വിട്ട് പോകുമ്പോൾ അത് നാട്ടുകാർക്ക്, നമുക്ക് ഓരോരുത്തരെയും നമ്മുടെയൊക്കെ നെഞ്ച് കീറുന്ന വേദന തന്നെയാണ്. കുടുംബത്തിന് മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കും ആ ഒരു വേദന അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. സാർ, ഒരു കാര്യം കൂടി ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പം ഇന്നത്തെ കാലത്ത് നമ്മുടെ പ്രതിരോധ മേഖല ഓരോ ദിവസവും വളർന്നു വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം DRDO എടുക്കുകയാണെങ്കിലും, നമ്മുടെ ഈ നാട്ടിലെ തന്നെ നമ്മൾ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിലും, ഇപ്പോൾ ഈ വിക്രാന്ത് അടക്കമുള്ള എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അപ്പം നമ്മുടെ നാവികസേനയുടെ പങ്ക് ഇന്നത്തെ കാലത്ത് എത്രത്തോളം വലുതാണ്? നാവികസേനയെ പ്രത്യേകമായി കാണാൻ എനിക്ക് സാധ്യമല്ല. നാവികസേന, സൈന്യം, വായുസേന, കോസ്റ്റ് ഗാർഡ്, ഇതൊക്കെ ഒന്നാകെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. രണ്ടാമതായിട്ട് ഞാൻ പറയുന്നത്, ഈ ലോകത്തിലുള്ള ഒരുവക എല്ലാ പട്ടാളക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവരുമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അമേരിക്കയ്ക്ക് വേണ്ടി എക്സസൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഒരു വലിയ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ ഞാൻ തയ്യാറെടുക്കുകയാണ്. അതും പട്ടാളക്കാരടക്കമുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ എനിക്കൊരു കാര്യം നമ്മുടെ നാട്ടുകാരോട് പറയാനുള്ളത്, ഈ ലോകത്തിൽ ഏറ്റവും വലിയ പട്ടാളം, സൈന്യം ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു യുദ്ധത്തിന് ശേഷമേ അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഈ ലോകത്തിലെ ഏറ്റവും നല്ല പട്ടാളക്കാർ, മാനുഷിക സ്വഭാവമുള്ള പട്ടാളക്കാർ, യുദ്ധം ചെയ്യാൻ യാതൊരു ഭയവും ഇല്ലാത്ത പട്ടാളക്കാർ ഇന്ത്യക്കാരാണ്. അല്ലാത്ത ഒരു സൈനികരാണ് നമുക്കുള്ളത്. അത് നമ്മുടെ നാട്ടുകാർ മനസ്സിലാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും സാർ. അപ്പോൾ ഒരുപാട് സന്തോഷം സാർ, ഞങ്ങൾക്കിപ്പം ജോയിൻ ചെയ്തതിനും ഇത്രയും സമയം ചെലവഴിച്ചതിനും. അങ്ങയുടെ ഈ അനുഭവങ്ങൾ അത് എത്ര കേട്ടാലും മതിയാവില്ല, പക്ഷേ സമയപരിമിതി കൊണ്ട് മാത്രമാണ്. സാർ, ഒരുപാട് സന്തോഷം. അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. പിന്നെ താങ്ക് യു. ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ നല്ല കാലം മുഴുവൻ ഞങ്ങൾക്ക് വേണ്ടിയാണ് അങ്ങ് ചെലവഴിച്ചത്. താങ്ക് യു സോ മച്ച്.